ഹലോ, ഞാൻ ഇന്ന് ഇച്ചിരി പരിപ്പുവട ഉണ്ടാക്കാമെന്ന് ഓർത്ത് അതിനുള്ള പരിപ്പാണിത് കേട്ടോ. ഇത് കടലപ്പരിപ്പാണ്. നമുക്ക് മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കണം. കുറേശ്ശെയിട്ട് ഒത്തിരി അരയണ്ട, ചെറുതായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അതിൽ നിന്ന് കുറച്ച് മാറ്റും കേട്ടോ. ഒരു പിടിയെടുത്ത് മാറ്റും, എന്നിട്ടത് കൂടിയിട്ടാണ് അരച്ചതിൽ നിന്ന് ആദ്യം കുറച്ച് അരച്ച് വെച്ച് രണ്ടാമത് അരയ്ക്കാൻ പോവാണ്. പൊടിക്കുന്ന പരുവമാക്കിയാൽ മതി കേട്ടോ. കുറച്ച് ഞാൻ അതിനകത്തോട്ട് എടുത്തിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് വറുത്ത് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വരച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ കൂടെ അരിഞ്ഞിടാം. ഉപ്പും ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇടാം. പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് അല്ലേ ഇത്. ഇനി ഞാൻ ഷോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയ രീതി. അതൊക്കെ എന്ന് എല്ലാവരും കാണണേ. ഞാനും മോളും കൂടെ ചെയ്യുന്നുണ്ടേ. പച്ചമുളക് അരിഞ്ഞിടാം. എരിവിനനുസരിച്ച് 1 or 2. ഒത്തിരി പച്ചമുളക്, ഒത്തിരി എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. മോള് സ്കൂളിൽ പോയി വന്ന് നിൽക്കുക കേട്ടോ. പിന്നെ പരിചയമുണ്ടോ? എൻ്റെ മുഖം കണ്ടിട്ട് പരിചയമുണ്ട്. ചെറിയ രീതിയിൽ റീലൊക്കെ ചെയ്യുന്ന ആളാകട്ടെ. ഒക്കെ എല്ലാവരും ഒന്ന് കാണണേ. ഇച്ചിരി ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് അതെല്ലാം കൂടെ നമുക്ക് കുഴച്ചിട്ട് കൈ പിടിക്ക്. പെട്ടെന്ന് എളുപ്പമെന്നുണ്ടാക്കാവുന്ന ഒരു സ്നാക്സ് അല്ലേ നമുക്ക്. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. ഉപ്പുണ്ടാന്ന് നോക്കി. ഉപ്പുണ്ട്. കൈയൊന്ന് കഴുകട്ടെ. എൻ്റെ ഇടയ്ക്ക് മോളും നോക്കി വന്നു ഉപ്പ്. നമുക്ക് പിടിച്ച് കൈ വെച്ച് പരത്തി വേണ്ട. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇത് വേണ്ട ഇല്ല. ചീണിച്ചട്ടി വെച്ച് ഇച്ചിരി ജീരകവും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ജീരകം, ചെറുതല്ല, വലിയ ജീരകം. എല്ലാവർക്കും അറിയാമല്ലോ, പരിപ്പുവട നിന്നിട്ടുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ വന്ന് നിൽക്കുന്ന അടുത്ത്. ജീരകം ഇട്ടല്ലേ നമുക്ക് ഈ ഇത് കഴിക്കാൻ, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് അത്.
ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ച് ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ടേ. നമ്മൾ ഈ ചെറിയ രീതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങുന്ന റീലും വീഡിയോസും ഷോട്ടൊക്കെ ഇടുന്നവരെ അതെല്ലാവരും ഒന്ന് കാണണേ. ഒത്തിരി ലൈക്കും സബും ഷെയറൊക്കെ ഉള്ളവരുടെ മാത്രമേ എല്ലാവരും കാണത്തുള്ളൂ. അവർക്ക് തന്നെ അങ്ങ് ലൈക്കും സബും എല്ലാം കൂടുതലാണ്. നമ്മൾ പാവപ്പെട്ട ഇതുപോലെ എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഇടുന്നത്. നമ്മളിത്രയും കഷ്ടപ്പെട്ടൊക്കെ ഇട്ടിട്ട് അത് പിന്നെ സബും ഇല്ല ലൈക്കും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കും. ഞാനൊക്കെ ഈ 2023 തുടങ്ങിയതാണ്. ഇങ്ങനെ കുറവ് വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അങ്ങ് ഒരുപാട് വിഷമിക്കും. പിന്നെയും അങ്ങ് തുടങ്ങും. ബുദ്ധിമുട്ട് കൊണ്ടാണ് പിന്നെയും നമ്മളതങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് കയറണമെന്നുള്ള ഇതുകൊണ്ടാണ് പിന്നെയും നമ്മളങ്ങ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് എല്ലാവരുടെയും എൻ്റെതെന്നല്ല എല്ലാവരുടെയും നമ്മളെപ്പോലെ പാവപ്പെട്ടവരുടെയൊക്കെ ഇടുന്ന എല്ലാവരും ഒന്ന് കാണണേ. ഒത്തിരി സബും ലൈക്കൊക്കെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിസ്സാരമായിട്ട് അവർക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം. നിസ്സാരമായിട്ടാണ് ഷോട്ടും വീഡിയോസൊക്കെ ഇട്ട്. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിയാണ് ഇത് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സഹായിക്കണേ. 1K പോലും നമ്മുടെ ഒന്നും സബ്ബായിട്ടില്ല. അതെങ്കിലും ഒന്നാക്കി തരണേ. അപ്പോൾ എണ്ണ ഒഴിച്ച് നമ്മൾ പരത്തി ഓരോന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മുരിഞ്ഞ് പോരാ. കണ്ട എന്ത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് അല്ലേ. മോള് സ്കൂളിൽ പോയി വന്നിട്ടുണ്ട്. യൂണിഫോം മുരിഞ്ഞിടുന്നതിന് മുമ്പേ ഞാൻ സ്നാക്സ് ആക്കിയുണ്ടോ. മിക്കപ്പോഴും രാവിലത്തെ പലഹാരമാണ് കൊടുക്കുന്നത് കേട്ടോ. അതില്ലാത്തപ്പോൾ മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കും. അവർക്ക് വലിയ ഇഷ്ടമാണ് വീഡിയോ ഒക്കെ. ചായക്കും കൂടെ ഉള്ള അടുപ്പ് വെക്കാൻ പോവാ. ചായയും കൂടെ എടുത്തേ ഇത് മുരിയുമ്പോൾ ചായ അങ്ങ് തിളയ്ക്കും. ഒരു വശം മുരിഞ്ഞെന്നാണ് തോന്നുന്നത്. മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളു വേകണ്ടേ. ചെറു തീയിൽ കിടന്ന് വേണം വേഗം കേട്ടോ. പിന്നെ ചായയും കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരെയും നമ്മളെപ്പോലെ പാവപ്പെട്ടവരൊക്കെ ഇടുന്നത് എല്ലാവരും ഒന്ന് കാണണം. സബ് കുറവുള്ളവരുടെ ഒന്നും ആരും വീഡിയോസ് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെയൊക്കെ ഒന്ന് കയറ്റി വിടണേ.
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഞങ്ങളെ സഹായിക്കണേ. മുരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. എന്നെ പരിചയമുണ്ടോ? കണ്ടു കാണാൻ വഴിയില്ലല്ലേ. എല്ലാവരും ഒന്നെടുത്ത് കാണണേ ഷോട്ടൊക്കെ. മുരിഞ്ഞ് നമുക്കിനി കോരാം. നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതീയിലിട്ടാണ് വേവിച്ചത്, അത് താമസം വന്നത്. കയ്യിൽ വെള്ളം പുരട്ടുന്നേ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എണ്ണ പുരട്ടുന്നവർക്ക് അത് വേണേലും ചെയ്യാം. ഇടക്കിടക്ക് ഇനി ഓരോ വീഡിയോ ഇടും, എല്ലാവരും ഒന്ന് കാണണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതിൻ്റെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കണേ. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. കൂടുതലങ്ങ് ഇട്ടേച്ചിപ്പം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. തേയിലയിടാം. അത് നമ്മൾ കോരുവാണ് കേട്ടോ. അത് മുരിഞ്ഞ് കിടന്ന് മൊത്തവും മുരിഞ്ഞ്. ടാറ്റ.